അല്ലാഹു തആല മനുഷ്യവർഗത്തെ ലോകത്തേക്ക് പടക്കാനിരുന്നപ്പോൾ മലക്കുകളോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാനൊരു മനുഷ്യവർഗത്തെ ഈ ലോകത്തേക്ക് പടക്കുന്നതിൽ? അപ്പോൾ മലക്കുകൾ അല്ലാഹു തആലാവിനോട് തിരിച്ചു പറയുന്ന ഒരു രംഗമുണ്ട്. ഈ ലോകത്ത് രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഒരു വർഗത്തെ എന്തിനാണ് അള്ളാഹുവെ നീ പടക്കുന്നത്? അപ്പോൾ അല്ലാഹു തആല മലക്കുകളോട് തിരിച്ചു പറഞ്ഞ ഒരു മറുപടിയുണ്ട്. നിങ്ങൾ ഈ മനുഷ്യവർഗം രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന കഥ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ? മനുഷ്യവർഗത്തിന് മറ്റൊരു കഥയും കൂടിയുണ്ട്. അത് നിങ്ങൾ കണ്ടറിയണം. അതായത് മറ്റൊന്നുമല്ല, സന്മനസ്സുള്ള ചില മനുഷ്യ സ്നേഹികളെയാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയവർക്ക് പിന്നെ കടക്കാൻ വായുവൊന്നുമില്ല. നിങ്ങൾ ഇഷ്ടമുള്ള ഏത് ഒരു വില നോക്കണം. ഞാൻ എൻ്റെ ഈ താർ ഉൾപ്പെടെ നാളെ വയനാടിന് വേണ്ടി കൊടുക്കുകയാണ്. നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ വണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ വെള്ളത്തിലിറക്കുമോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ചെറിയ സംഖ്യയാണ് നമ്മളെ കൊണ്ടാവുന്ന പോലെ. ഇനിയും വേണ്ടി വന്നാൽ സഹായിക്കും. നമ്മളെ കൊണ്ടാവുന്ന ഓരോരുത്തർക്കും നമ്മളെ പോലെയുള്ള ആളുകളാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്. ഇന്നലെ 2 ദിവസം മുമ്പുള്ള അവസ്ഥയല്ല അവർ ആരുടെയും ബന്ധുക്കളെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അവർ ഏതേ തരത്തിലുള്ള എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ അവിടെ ചെന്ന് നോക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് വന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് അറിഞ്ഞ് പ്രവർത്തിക്കുക, അവരവരാൾ കഴിയുന്നതൊക്കെ ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഇതൊരു ചെറിയ ഇൻസ്റ്റാൾമെൻ്റാണ്. വീണ്ടും നമുക്ക് ആവശ്യം വരുമ്പോഴും അതിനനുസരിച്ച് നമ്മളെ കൊണ്ടാവുന്നത് ഗവൺമെൻറ്റിന് സഹായിക്കാം.